കേരളം ചുട്ടുപൊള്ളുന്നതിന് കാരണം എൽ നിനോ എത്തുന്നതെന്ന സൂചന. അന്തരീക്ഷ താപം വർദ്ധിപ്പിക്കുന്ന എൽ നിനോ പ്രതിഭാസവും ജൂൺ മുതൽ അനുഭവപ്പെടാൻ സാധ്യത. 39 ഡിഗ്രി വരെ ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നതെങ്കിലും അന്തരീക്ഷത്തിലെ ഈർപ്പം കൂടി ഇതോടൊപ്പം കലരുമ്പോൾ കടുത്ത ഉഷ്ണവും നീറ്റിലും പുകച്ചിലുമാണ് അത് അസഹ്യമാകും. മാർച്ച് പകുതിയോടെ കേരളം ചുട്ടുപൊള്ളുന്നതിന്റെ കാരണം തേടുകയാണ് ഇവരും. അന്തരീക്ഷതാപം വർദ്ധിപ്പിക്കുന്ന എൽ നിനോ പ്രതിഭാസവും ജൂൺ മുതൽ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. താപനില ഇതിന് മുന്നോടിയായാണ് ഇത്രയും അധികം വർദ്ധിക്കാനുള്ള സാധ്യതയും. 39 ഡിഗ്രി വരെ ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നതെങ്കിലും അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടി ഇതോടൊപ്പം കലരുമ്പോൾ കടുത്ത ഉഷ്ണവും നീറ്റലും പുകച്ചിലുമായി അത് അസഹ്യമാകുകയും ചെയ്യും. പസഫിക് സമുദ്രത്തിലെ താപനില ഉയരുന്ന എൽ നിനോ പ്രതിഭാസം കാരണം ഇന്ത്യയിൽ ഇത്തവണ മൺസൂൺ മഴ സാധാരണയേക്കാൾ കുറയാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. അമേരിക്കൻ ദേശീയ കാലാവസ്ഥാ ഏജൻസിയായ NOAA പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം വരും മാസങ്ങളിൽ എൽ നിനോ ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇത് ഇന്ത്യയിൽ കടുത്ത ചൂടിനും കാലവർഷം ദുർബലമാകുന്നതിനും കാരണമായേക്കും. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ എൽ നിനോ ഉണ്ടാകാനുള്ള സാധ്യത 62% തുടർന്നുള്ള മാസങ്ങളിൽ ഇത് 80% ഉയർന്നേക്കാമെന്നും NOAA പ്രവചന കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. ഭൂമധ്യരേഖയ്ക്ക് സമീപം പസഫിക് സമുദ്രോപരിതലം സാധാരണമായി ചൂട് പിടിക്കുന്ന ഈ പ്രതിഭാസം ആഗോള കാലാവസ്ഥയെ തന്നെ സ്വാധീനിക്കാറുമുണ്ട്. ചരിത്രപരമായി നോക്കിയാൽ ഇന്ത്യയിൽ എൽ നിനോ അനുഭവപ്പെട്ട വർഷങ്ങളിൽ ഭൂരിഭാഗവും മൺസൂൺ മഴയിൽ ഗണ്യമായ കുറവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉഷ്ണമേഖല പസഫിക് സമുദ്രത്തിലെ ഉപരിതല ജലം അസാധാരണമാം വിധം ചൂടാകുന്നതിനെ തുടർന്ന് ആഗോള കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് എൽ നിനോ. സാധാരണയായി 2 മുതൽ 7 വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന ഈയൊരു പ്രതിഭാസം ഇന്ത്യയിൽ മൺസൂൺ മഴ കുറയ്ക്കാനും കടുത്ത വരൾച്ചയ്ക്കും കേരളമടക്കമുള്ള സ്ഥലങ്ങളിൽ താപനില വർദ്ധിപ്പിക്കാനും കാരണമാകാറുണ്ട്. ഇപ്പോൾ തന്നെ രാജ്യത്തിന്റെ പല ഭാഗത്തും താപനില ഉയർന്നു കഴിഞ്ഞു. ഉഷ്ണതരംഗ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. വേനൽ കടുക്കുന്നതിനൊപ്പം തന്നെ മഴ കുറയുക കൂടി ചെയ്താൽ പ്രതിസന്ധി വരാം. കൃഷി, ജലവിതരണം, വൈദ്യുതോൽപാദനം എന്നീ മേഖലകളെ പ്രതികൂലമായി തന്നെ ബാധിക്കാനും ഇടയുണ്ട്. എന്നാൽ വേനൽ മഴ ഈ മാസം മുതൽ തന്നെ കിട്ടിത്തുടങ്ങുമെന്നും ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള 4 മാസങ്ങളിലായി സാധാരണ തോതിൽ മൺസൂൺ മഴ ലഭിക്കുമെന്ന വാദവും ശക്തമാണ്. ഏതായാലും എൽ നിനോ മുന്നിൽ കണ്ട് തയ്യാറെടുപ്പുകൾ ആവശ്യമാണെന്ന മുന്നറിയിപ്പുകളും ഉയരുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.